ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ റൂമിലാണല്ലോ മുത്തുനബിയുടെ ഖബറുള്ളത്. ആ ഖബറൊന്ന് കാണാൻ വേണ്ടി ഒരു പെണ്ണ് വരുന്നു. ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ, ആ ഖബർ എനിക്കൊന്ന് കാണണം, അതുകൊണ്ട് ആ കർട്ടനൊന്ന് നീക്കിത്തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ഹുജ്റത്തുൻ നബവിയ്യയിൽ ആയിഷയുടെ റൂമായിരുന്നു പണ്ട്. ഇപ്പോൾ അത് നബി തങ്ങളുടെ ജാറമാണ്. ആ ജാറത്തിന് വിരിച്ച കർട്ടൻ, ആ കർട്ടൻ ഒന്ന് എനിക്ക് മാറ്റിത്തരണം, എനിക്ക് എന്റെ നബി തങ്ങളുടെ ഖബറൊന്ന് കാണാനാ. ഫകശഫത്ഹു ലഹാ, കർട്ടനങ്ങ് നീക്കിക്കൊടുത്തു. റസൂലുള്ളാഹിന്റെ ഖബറങ്ങ് കണ്ടപ്പോൾ ഫബകത് ഹത്താ മാതത്, പിന്നെ മരിക്കുന്നത് വരെ ആ പെണ്ണ് കരച്ചിൽ നിർത്തിയിട്ടില്ല. ഉമ്മമാരെ, ആധുനികതയുടെ പളപളപ്പിന് പിന്നാലെ ഒഴുകുമ്പോൾ ഷോപ്പിംഗ് മാളുകളിലും ഹറാമായ കേന്ദ്രങ്ങളിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത സമയങ്ങളിൽ, അല്ലാഹു പൊരുത്തപ്പെടാത്ത വസ്ത്രരീതികളിൽ, അല്ലാഹു പൊരുത്തപ്പെടാത്ത രീതികളിൽ നമ്മൾ തെണ്ടുമ്പോൾ ആ ഖൽബിലേക്കൊന്ന് കടന്നു വരണം. ഇതെന്റെ മുത്തുനബി പൊരുത്തപ്പെടുമോ? മുത്തുനബിയെ സ്നേഹിച്ച ഒരു പെണ്ണിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടില്ല, ആ ഖബറൊന്ന് കണ്ടതാണ്. ഫബകത് ഹത്താ മാതത്, പിന്നെ മരിക്കുന്നത് വരെ ആ ഉമ്മ കരച്ചിലായിരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഈ മഹബ്ബത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബിൽ ഹുബ്ബ് നിറച്ചു തരട്ടെ. ആ ഹുബ്ബോടുകൂടെ മരിക്കാൻ നമുക്ക് കഴിയും. ആ മരണത്തിന് നല്ല രസമുണ്ടാകും, ആ ജീവിതത്തിന് നല്ല സൗന്ദര്യം ഉണ്ടാകും. പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരാളെയും കുറ്റം പറയില്ല, ഖൽബ് കൊണ്ട് ഒരാളെയും നമ്മൾ വെറുക്കൂല, ഒരാൾക്കെതിരെയും ഏഷണിയോ പരദൂഷണവോ പറയാൻ നമ്മളില്ല. അന്യൻ്റെത് നോക്കാൻ ഞമ്മക്കെവിടെ നേരം, നമ്മളത് നോക്കാൻ നമുക്ക് സമയമുണ്ടോ? ഹാസിബു ഖബല അൻ തുഹാസബു, മറ്റുള്ളവൻ്റെ ഒക്കെ നോക്കാൻ ആളുകളെ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനവന്റെ കാര്യം നോക്ക്. ഇനിയെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്ക്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ശർറു ഇബാദില്ലാഹി അൽ മശാഊന ബിന്നമീമ, ജനങ്ങളിലെ ഏറ്റവും മതപ്പതിച്ചവർ ഏഷണിയും പരദൂഷണവുമായി തെണ്ടി നടക്കുന്നവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവസാനിപ്പിക്കു സഹോദരങ്ങളെ, അവസാനിപ്പിക്കു ഉമ്മമാരെ. അയൽവാസികളുടെ കുറ്റം പറയാൻ എവിടെ നിനക്ക് സമയം? കുടുംബത്തിന്റെ കുറ്റം പറയാൻ, കൂട്ടുകാരുടെ കുറ്റം പറയാൻ, സഹപ്രവർത്തകരുടെ കുറ്റം പറയാൻ എവിടെ നിനക്ക് നേരം? ഹാസിബു ഖബല അൻ തുഹാസബു, സ്വയം വിചാരണയ്ക്ക് വിധേയമാകൂ. ആദ്യം എന്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കും. ഞാൻ ഇന്ന് നിസ്കരിച്ചോ? ഇന്നത്തെ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിച്ചോ? ഇന്ന് ഞാൻ എന്തെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയോ? ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തോ? ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. ആ സമയം കൂടെ മറ്റുള്ളവൻ്റെത് പറഞ്ഞ് ചെയ്തതുകൂടെ അയാൾക്ക് എടുത്തു കൊടുത്ത് ഒന്നുമില്ലാത്തവനായി കൈമലർത്തപ്പെട്ടവനായിട്ട് ഹായിബായിട്ട് മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നിന്റെ ഹൃദയത്തിലേക്ക് മുത്തുനബിയെ കൊണ്ടുവന്നോ. പിന്നെ നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല സഹോദരങ്ങളെ. പിന്നെ നമ്മളെ മനസ്സ് മുഴുവനും മുത്തുനബിയോടുള്ള ഹുബ്ബിലാണ്.